കാലിക്കറ്റ് ബാർ അസോസിയേഷനിലെ സോളാർ പവർ സിസ്റ്റം പ്രവർത്തനം ആരംഭിച്ചു. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് മുരളീകൃഷ്ണ എസ് സ്വിച്ച് ഓൺ നിർവഹിച്ചു. വേദിയിൽ ജസ്റ്റിസ് മുരളീകൃഷ്ണയെ കാലിക്കറ്റ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് MG അശോകൻ ആദരിച്ചു. കേരളത്തിലെ ബാർ അസോസിയേഷനുകളിൽ സമ്പൂർണ്ണമായി സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ബാർ അസോസിയേഷനായി കോഴിക്കോട് ബാർ അസോസിയേഷൻ മാറി. സോളാർ പവർ സിസ്റ്റത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് മുരളീകൃഷ്ണ നിർവഹിച്ചു. കോഴിക്കോട് ജില്ലാ ജഡ്ജിയായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കെ ഹൈക്കോടതി ജഡ്ജിയായി നിയമിതരായ അദ്ദേഹത്തെ കോഴിക്കോട് ബാർ അസോസിയേഷൻ ആദരിച്ചു. കാലിക്കറ്റ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് MG അശോകൻ അദ്ദേഹത്തിന് ഉപഹാരം സമർപ്പിച്ചു. ഭൂമിയെ സ്മരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സോളാർ പ്രൊജക്റ്റ് ആണെങ്കിലും ഗാർഡൻ എന്ന് പറയുകയാണെങ്കിലും രണ്ടും ഭൂമിക്ക് കോട്ടം തട്ടാതെ ഭൂമിയെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ഫംഗ്ഷനാണ് നമ്മൾ ചെയ്യുന്നുള്ളത്. നമുക്കറിയാം, നമ്മളുടെ ലോകത്തിൻ്റെ എയർ പൊല്യൂഷൻ റേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എത്രയാണ് ഇപ്പോൾ എയർ പൊല്യൂഷൻ നടക്കുന്നുള്ളത് എന്നുള്ളത് നമുക്കറിയാം. നമ്മളിപ്പോൾ ഡൽഹിൻ്റെ എപ്പോഴും നമ്മൾ ന്യൂസിലൊക്കെ വായിക്കാറുണ്ട്. ഡൽഹി ആണെങ്കിലും ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചെടുത്ത് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും എയർ പൊല്യൂഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഏറ്റവും മോശമുള്ളത് ഡൽഹിയും പാറ്റ്നയുമാണ്. അതിനൊരു പ്രധാന കാരണം അവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഇല്ലാത്തതാണ്. നമ്മൾ ആ ഇൻഡെക്സ് എടുത്ത് നോക്കിയാൽ തന്നെ ഏറ്റവും നമുക്ക് കുറവുള്ള എയർ പൊല്യൂഷൻ കുറവുള്ള സംസ്ഥാനമായി നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മളുടെ കേരളമാണ്. ഇതിന് രണ്ടും കാലിക്കറ്റ് ബാർ അസോസിയേഷൻ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഒരു മാതൃകയാണ്. അത് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇത് നിങ്ങൾ മാക്സിമം പ്രചാരണം ഈ സോളാർ സിസ്റ്റത്തിനും അതുപോലെ തന്നെ കോർട്ട്യാർഡ് ഗാർഡനും നൽകണം. കാരണം അത് കോഴിക്കോട് അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് കൃഷ്ണകുമാർ NR, MACT അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് രാജേഷ് K, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രഞ്ജിത്ത് E, അഡ്വക്കേറ്റ് KP ഗംഗാധരൻ, അഡ്വക്കേറ്റ് സഹീർ സിംഗ് തുടങ്ങിയവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് ഷഫ്ന SP, അഡ്വക്കേറ്റ് രാജേഷ് കുമാർ P തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. PSCL ഫീൽഡ് അസോസിയേറ്റ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം